പൊന്നാര ചങ്കള. അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്ന നമ്മളെ കണ്ണൂർ ജില്ലയില് ചെമ്പേരി ടൗണിന് കുടിയാൻമല പോണ റൂട്ടില് ചെറിയരീക്കാമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ കാണുന്ന ഒരു 3.5 ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീട് സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാണെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്ത് കണ്ടൊക്കെ വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മളെ ഒരു പ്ലോട്ടിനകത്തോട്ട് വരാനുള്ള വഴി സൗകര്യം ഒക്കെ പറഞ്ഞു കേട്ടോ. അതാണ് ഈ റോഡ് വരുന്നത് നമുക്ക് ചെമ്പേരിന്ന് വരുന്ന റോഡാണ്. ചെമ്പേരിന്ന് ഏകദേശം ഒരു 9 കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ഇങ്ങോട്ടുള്ളത്. അതുപോലെ നമുക്ക് അടുത്തുള്ള ടൗൺ എന്ന് പറഞ്ഞാൽ ചെറിയരീക്കാമല ടൗൺ ആണ്. അങ്ങോട്ട് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. പിന്നെ അതാണ് ടാറിംഗ് റോഡാണ്. ഏത് വണ്ടി വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴി അല്ലാണ്ട് ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയരീക്കാമല വഴി കുടിയാൻമല പോണ റൂട്ടാണ് കേട്ടോ. വലിയരീക്കാമലയ്ക്ക് ഒരു 2 കിലോമീറ്റർ ദൂരവും അതുപോലെ കുടിയാൻമലയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 5.5 കിലോമീറ്റർ ദൂരമാണുള്ളത് കേട്ടോ. അപ്പൊ ഇതാക്കണം ഈ കാണുന്നത് തന്നെയാണ് ചില സ്ഥലത്തിന്റെ അതിൽ ഇതാക്കണം ഇവിടുന്ന് തുടങ്ങുന്നത്. ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മളെ സ്ഥലം കിടക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അവിടുന്ന് റോഡിന്റെ താഴെ ഭാഗത്തേക്കും കുറച്ച് സ്ഥലം വരുന്നുണ്ട്. അടുത്ത് ഇഷ്ടംപോലെ വീടുകളുണ്ട്. നല്ലൊരു ഏരിയ തന്നെയാണ് കേട്ടോ. പിന്നെ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഇതാക്കുന്ന പ്ലോട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. നമ്മൾ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്തും വില്ലേജും നമുക്ക് എരുവേശിയാണ് വരുന്നത്. താലൂക്ക് വരുന്നത് നമുക്ക് തളിപ്പറമ്പാണ് കേട്ടോ. ഇനി നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽ മൊത്തത്തിലൊന്ന് പോയിട്ട് കാണാം. ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ നമുക്ക് ഈ സ്ഥലത്തിനകത്തോട്ട് ഒന്ന് പോയിട്ട് നോക്കാം കേട്ടോ. ഇതാക്കണേ അതിലെല്ലാം ഫുള്ള് ചുറ്റുഭാഗവും ബൗണ്ടറി തിരിച്ചിട്ടേക്കാണ്. അതുപോലെ കമ്പിവേലി ഇട്ടിട്ട് മൊത്തത്തിൽ നമ്മളെ പറമ്പ് ബൗണ്ടറി തിരിച്ചിട്ടേക്കാണ്. അതിലൊന്നും എങ്ങോട്ടും മാറാനില്ല കേട്ടോ. പിന്നെ ഇതാക്കണ വണ്ടികൾ നമുക്ക് കാറോ അല്ലെങ്കിൽ ഇതുപോലെ ജീപ്പോ ഒക്കെ ഇപ്പൊ നമ്മളെ ബൊലീറോ കിടക്കണില്ല, അതേപോലെ നമുക്ക് കാറോ അല്ലെങ്കിൽ ജീപ്പോ ഒക്കെ കുറച്ചാടും വരെ നമുക്ക് പ്ലോട്ടിനകത്തോട്ട് വരാനുള്ള വഴിയെല്ലാം ഉണ്ട് കേട്ടോ. അടുത്ത് ഇതാക്കണ ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് അയൽവാസികളൊക്കെ ആയിട്ടുള്ള നമ്മളെ പ്ലോട്ടിനോട് ചേർന്ന്. ഇപ്പൊ ഇതാക്കണ നമ്മളെ പ്ലോട്ടിന്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മുമ്പ് നമ്മൾ ഈ ഒരു പറമ്പിനകത്ത് റബ്ബറൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് അല്ലേ? അതെ, കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അതുപോലെ ഫാമിനും പറ്റുന്ന സ്ഥലമാണ്. റബ്ബർ, കവുങ്ങ് അതുപോലത്തെ കൃഷികൾക്കൊക്കെ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. അതുപോലെ പന്നി ഫാം, കോഴി ഫാം അങ്ങനെയുള്ള ഫാമിന്റെ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതാക്കണ ഇപ്പൊ നിലവിൽ കുറച്ച് തെങ്ങുകളാണല്ലോ. ഏകദേശം ഒരു 50ഓളം തെങ്ങുകളാണ് ഇപ്പൊ നിലവിൽ ഈ ഒരു പറമ്പിനകത്ത് ഈ ഒരു സൈഡിലുള്ളത് കേട്ടോ. പിന്നെ ഇതാക്കണ ഈ വഴിന്റെ ഈ താഴെ ഭാഗത്തേക്ക് ഒരു ഏകദേശം 400ഓളം റബ്ബറുകളും കൂടെ ഉണ്ട് കണ്ടില്ലേ. പിന്നെന്ന് പറഞ്ഞാല് നമ്മളെ റബ്ബറുകൾ ഏകദേശം ഒരു 400ഓളം റബ്ബർ മരങ്ങൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ കുറച്ച് കൊക്കോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? കൊക്കോയൊക്കെ നമുക്ക് റോഡിന്റെ അപ്പുറം ഭാഗത്തുള്ള ആ ഭാഗത്താണ് കൊക്കോ എല്ലാം ഉള്ളത്. പിന്നെ ആ ഒരു ഭാഗത്ത് അപ്പുറത്തെ ഭാഗത്ത് നമുക്ക് അങ്ങോട്ടുണ്ട്. നമുക്ക് റോഡിന്റെ അപ്പുറത്തേക്കുള്ള കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. അവിടെയാണ് നമുക്ക് കൊക്കോയും സംഭവങ്ങളൊക്കെ കിടക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ഥലത്തിന്റെ തൊട്ടപ്പുറത്ത് നമുക്ക് ക്രഷർ ഉണ്ട് കേട്ടോ. അപ്പൊ നിലവിൽ ഇപ്പൊ ഈ ഒരു ഏരിയയിൽ ഒരുവിധ എല്ലാ സ്ഥലങ്ങളും ക്രഷറിന്റെ അവര് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഭാവിയിൽ വേണമെങ്കിൽ ഈ ഒരു സ്ഥലം ഇപ്പൊ അവര് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു സൈഡിൽ ഇതാക്കണേ നമുക്ക് അതിര് പെട്ടെന്നും കാണിച്ചു തരാം. ഈ സൈഡിൽ നമുക്ക് അതിലെല്ലാം ഫുള്ള് കമ്പി വേലിട്ടിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ട് കിടക്കാണ്. കുറച്ച് ഭാഗം കൂടി കാട് വെട്ടാനുണ്ട് അല്ലേ? കുറച്ച് ഭാഗം കൂടെ കാട് വെട്ടാൻ. എന്നാലും നമ്മള് ഒരുവിധം പറ്റുന്നിടത്തോളം പോയിട്ട് മാക്സിമം കാണിച്ചു തരാം കേട്ടോ. ഇതാക്കണ ഈ സൈഡിൽ നമുക്ക് അതിര് ഇതാക്കണ ഈ കാണുന്നതാണ് കേട്ടോ കമ്പി വേലി ഇട്ടേക്കുന്നത്. ഇവിടുന്ന് അങ്ങ് വരാണ്ട് കേട്ടോ, കുറെ അതുവരെ ഉണ്ട്. അവിടെ ഒരു ക്രഷറാണ് നമുക്ക് അതിര് വരുന്നത്. അപ്പൊ ഇവിടുന്ന് ഇതാക്കണേ ഈ മേലോട്ടും അതുപോലെ തന്നെ ഈ താഴോട്ടും കാണുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. ഇവിടുന്ന് ഇപ്പൊ നമുക്ക് കാര്യമായിട്ട് കാണാനുള്ള ഇതാക്കണം ഈ കാണുന്ന തെങ്ങുകളും അതുപോലെ റബ്ബറുകളാണ് ഇപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാനുള്ള കേട്ടോ. മെയിൻ ആയിട്ട് പറ്റിയ സൈലന്റ് ആയിട്ടുള്ള ഏരിയയിൽ ഫാം ഒക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. അതും കുറഞ്ഞ വിലക്ക് കിട്ടുമ്പോൾ പെട്ടെന്ന് എടുത്തിടാന്ന് നോക്കില്ല. ചെറിയ റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഓണർ ചോദിക്കുന്നുള്ളൂ അല്ലേ? ഇപ്പൊ നിലവിൽ വണ്ടി നമുക്ക് ഇതാക്കണം ഇത്രയും സ്ഥലം വരെ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ നിർത്താനുള്ള സൗകര്യം ഉണ്ട് ഇപ്പൊ നമ്മളെ പറമ്പിനകത്തോട്ട് കേട്ടോ. പിന്നെ നമുക്ക് ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് അതിലൊന്ന് പോയിട്ട് ആ റോഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? കുറച്ച് ഫ്രണ്ട് ആയിക്കോട്ടെ, പോയി കാണിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട്. പിന്നെ കറണ്ടിന്റെ കണക്ഷൻ എടുക്കാനാണെങ്കിലൊക്കെ പോസ്റ്റ് നമ്മളെ പറമ്പിന്റെ ഫ്രണ്ട് തന്നെ ടാറിംഗ് റോഡിനോട് ചേർന്നിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അപ്പൊ അവിടുന്ന് കണക്ഷൻ ഒക്കെ എടുക്കാനൊക്കെ ആണെങ്കിലും നമുക്ക് സുഖമാണ് കേട്ടോ. ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള സംഭവങ്ങൾ അവിടുന്ന് പോയി കാട്ടി കൊടുക്കാം. പോയോക്കാം. നോക്കിയാണെങ്കിൽ ചങ്കളെ നമ്മളിപ്പോ ആ ഒരു ഭാഗം മൊത്തത്തിൽ കണ്ടുകൊണ്ടാണ് ഇപ്പൊ വരുന്നത് കേട്ടോ. നമ്മളെ വണ്ടി അവിടെ കിടക്കണ കണ്ടില്ലേ, അവിടെ നിന്നാണ് ഇപ്പൊ നമ്മള് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇങ്ങോട്ട് വരും. നമുക്ക് ഇനി ഇങ്ങോട്ട് പോയിട്ട് നമുക്ക് ബാക്കി സ്ഥലങ്ങൾ മൊത്തം കാണാം. നല്ല ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് നല്ലോണം ഉണ്ട് കേട്ടോ. അങ്ങോട്ട് ഫുള്ള് അങ്ങനെ നീളത്തിൽ കിടക്കാണ്. ഈ ഭാഗത്തൊക്കെ ഇതാക്കണേ ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അയൽവാസികളൊക്കെ ആയിട്ടുള്ള ഇഷ്ടം പോലെ വീടുകളുണ്ട് അങ്ങോട്ടൊക്കെ. പിന്നെ ഇതാക്കണേ ഇവിടെ ഉണ്ട് പോസ്റ്റ്. നമുക്ക് ഈ ഭാഗത്തേക്ക് പുതിയ കറണ്ടിന്റെ കണക്ഷൻ എടുക്കണൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് പോസ്റ്റ്. പിന്നെ നമ്മളെ സ്ഥലത്തിന്റെ അതിര് ഇതാക്കണേ താഴെ ഭാഗത്തു നിന്നുള്ള അതിര് നമുക്ക് ഇവിടുന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇവിടുന്നാണ് ഈ ഒരു ഭാഗത്തു നിന്നുള്ളതിന്റെ അതിര് ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഇവിടുന്ന് അങ്ങോട്ടാണ് കിടക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് കിടക്കണേ നമുക്ക് ഈ ഒരു ഭാഗം കാണിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകുമല്ലേ? എന്നാ അത് വരെ ഉണ്ട് കേട്ടോ. കുറച്ച് അത് വരെ ഉണ്ട്. അപ്പൊ ഇങ്ങോട്ട് വരും. നമുക്ക് ഈ ഭാഗം കണ്ട് കണ്ടുകാണ്ടേ അങ്ങോട്ട് പോകട്ടോ. ഇവിടെ ഇതാക്കണം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ എല്ലാം ഫുള്ള് കൊക്കോയാണ്.
തെങ്ങിന്റെ ഇടയ്ക്കെല്ലാം ഫുള്ള് കൊക്കോ പിടിപ്പിച്ചിട്ട് അത്യാവശ്യം നല്ല കായ പിടിക്കുന്നതാണ് കേട്ടോ. കൊക്കോ ഉണ്ട്, എല്ലാം ബഡ് തൈയാണ് കണ്ടില്ലേ. പിന്നെ ഇതാക്കണേ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് കണ്ടില്ലേ, ഈ ഭാഗത്തെല്ലാം കൊറേ കൊക്കോ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കായ ആയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വാ. തെങ്ങൊക്കെ അത്യാവശ്യം നല്ല കായ പിടിക്കുന്ന തെങ്ങുകളാണ് പറമ്പിനകത്തുള്ളത് കേട്ടോ. 10-50ഓളം തെങ്ങുകളുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ നല്ല നല്ല കൊക്കോ തൈകളാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ ഇങ്ങോട്ട് വരും, നമുക്ക് ഇതിന്റെ ഈ ഭാഗത്തുള്ള റോഡിന്റെ താഴെ ഭാഗത്തു നിന്നുള്ള സ്ഥലത്തിന്റെ താഴെ ഭാഗത്ത് അതിരാ കാണുന്നതാണ് കേട്ടോ. ഈ തെളിഞ്ഞു കിടക്കണാണ് നമ്മളെ സ്ഥലം. അങ്ങോട്ട് ഇഷ്ടം പോലെ വീടുകളുണ്ട്. ഇതിങ്ങനെ കിടക്കണ കാണുമ്പോ നമുക്ക് അധികം ആൾതാമസം ഒന്നും ഇല്ലാത്ത ഏരിയ ഒക്കെ തോന്നും. പിന്നെ അവിടെ ആക്കണ വീട് ഇഷ്ടംപോലെ വീടുണ്ട്. അപ്പൊ ഇവിടുന്നുള്ള സംഭവമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ഒരു പ്ലോട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ ഇവർ റെഡിയാണ് അല്ലേ? ഇനിയിപ്പോ നിങ്ങളെ വീടോ സ്ഥലമോ ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നല്ല കൃഷി സ്ഥലങ്ങളൊക്കെ ആയിട്ടോ ഇതിന്റെ ഓണർ എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ട് അവർക്ക്. അവർ അതിനും റെഡിയാണ്. ഇപ്പൊ ഇവിടെ ഇതാക്കണേ ഇവിടെ നിന്നുള്ള സംഭവങ്ങളാണ് ഇപ്പൊ ഈ കാണുന്നത് കേട്ടോ. ഇവിടെ പത്രക്കാ ഉള്ളത്. നമുക്ക് ഇതിന്റെ എൻഡ് കുറച്ച് അതുവരെ ഉണ്ട്. നമുക്ക് ആ റോഡിന് തന്നെ പോയിട്ട് അത് അവിടുന്ന് കാണിച്ചു കൊടുക്കാം. എന്നാ പോയേക്കാം നമുക്ക്. ഇനി ഇങ്ങോട്ട് വരും, നമ്മളെ റോഡിന്റെ മേലെ ഭാഗത്തുള്ള സ്ഥലത്തിന്റെ അതിരാക്കണ് ഇവിടം വരെയാണ് നമുക്ക് വരുന്നത്. ഇനി ഇവിടെ അങ്ങോട്ട് മേലേക്കാണ് സ്ഥലം കിടക്കുന്നത്. തൊട്ട് അതിനോട് ചേർന്ന് തന്നെ ഇപ്പൊ നമ്മള് നേരത്തെ കാണിച്ചെന്ന വീടാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് കണ്ടില്ല, ഇവിടെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. റോഡ് ഫ്രണ്ടേജ് അത്യാവശ്യം നല്ല നീളം തന്നെ വരുന്നുണ്ട് അല്ലേ? നല്ല നീളമുണ്ട് ഫ്രണ്ടേജ്. നമുക്ക് നല്ല റോഡാണ് കേട്ടോ. ഏത് വണ്ടി വരും, ലോറി അടക്കം വരുന്ന വലിയ റോഡ് തന്നെയാണ്, നല്ല ടാറിങ് റോഡ്. അപ്പൊ ഇങ്ങനെ നോക്കിയാണ് ഇവിടുന്ന് ഇങ്ങനെ കാണാൻ നമുക്ക് നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇങ്ങനെ വണ്ടികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടോ ആൾക്കാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടോ അങ്ങനത്തെ ഒരു ഇതുമില്ല. നല്ലൊരു സ്ഥലമാണ്, ഇഷ്ടംപോലെ ആൾക്കാർ താമസിക്കുന്ന നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഏരിയ. കൊറേ അവിടം വരെ ഉണ്ട് അതിന്റെ എൻഡ്. നമുക്ക് ഇതിനകത്ത് കൊടുമ്പുളിയെല്ലാം ഉണ്ട്. ഇതാക്കണം അതിനോട് ചേർന്ന് അവിടെ ഒരു കൊടുമ്പുളിന്റെ വലിയൊരു മരമൊക്കെ ഉണ്ട്. സ്കൂൾ നമുക്ക് ഇവിടെ ചെറിയ അരീക്കമല എത്തിക്കഴിഞ്ഞാൽ അവിടെ സ്കൂളെല്ലാം ഉണ്ട്. പിള്ളേരെ സ്കൂളിലോട്ടെല്ലാം ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്. അതുപോലെ നവജ്യോതി വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. പിന്നെ ഹോസ്പിറ്റലുകൾ, എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെമ്പേരി ടൗണിലോട്ട് എത്തിക്കഴിഞ്ഞാലുണ്ട് കേട്ടോ. അപ്പൊ ഇതാക്കണേ ഇത് കാണുന്നത് കൊടുമ്പുളിന്റെ മരമാണ് ഈ കാണുന്നത്. നമ്മളൊക്കെ നിറയെ കായ പിടിക്കുന്നതാണ്. ഇത് നമ്മൾ ഈ ഒരു പറമ്പിനകത്തുള്ളതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ അതിര് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പൊ സ്ഥലത്തിന്റെ ചുറ്റുപാടും അതിര് കമ്പിവേലി ഇട്ട് ഫുള്ള് ക്ലിയർ ആക്കി ഇട്ടേക്കുന്നതാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മളെ സ്ഥലം ഉള്ളത് കേട്ടോ. ഇതുവരെയാണ് ഇതിന്റെ എൻഡ് വരുന്നത്, ഫ്രണ്ട് എൻഡ് വരുന്നത്. പിന്നെ ഇവർ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടാണെങ്കിലൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. അവിടെ മേലൊക്കെ വീടുകളുണ്ട്. അവിടെയൊക്കെ ഫുള്ള് കൃഷിയാണ് കാണുന്നത്. അതൊക്കെ വേറെ ആൾക്കാരുടെ സ്ഥലങ്ങളാണ്. ഒക്കെ എല്ലാവർക്കും ഏക്കർ കണക്കിനൊക്കെ സ്ഥലങ്ങളുള്ള ഏരിയ ആണ്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയ അരീക്കാമലയാണ്. പിന്നെ 2 കിലോമീറ്റർ ദൂരം ഇവിടുന്ന്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുടിയാൻമല പോണ റൂട്ടാണ് ഇട്ടത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാല്. നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ മൊത്തം കണ്ടു കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മളെ ചെമ്പേരി ടൗൺ 9 കിലോമീറ്റർ മാത്രം മാറിയിട്ട് ചെറിയരീക്കമല എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ചക്കാലക്കവല എന്ന് പറഞ്ഞ സ്ഥലത്തെത്തണേ. അവിടെയാണ് നമുക്ക് ഈ ഒരു സ്ഥലം ഉള്ളത്. ഈ സ്ഥലത്തിന്റെ പേര് ചക്കാലക്കവല എന്നാണ്. ഇനി ഇവർ തന്നെ ഒരു 2 ഏക്കർ 20 സെന്റ് സ്ഥലം നമുക്ക് ചെമ്പേരി ടൗണിന് 1.5 കിലോമീറ്റർ മാറിയിട്ട് പുറഞ്ഞാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതിന്റെ ബാക്കി 2 ഏക്കർ 20 സെന്റ് സ്ഥലവും കൂടി ഇതിന്റെ കൂടെ സെയിൽ ചെയ്യാനുള്ളത്. അപ്പൊ ഇനി നമുക്ക് ആ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ഒന്ന് പോയിട്ട് നോക്കട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന 2 ഏക്കർ 20 സെന്റ് സ്ഥലത്തിനകത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കണം കേട്ടോ. നേരത്തെ നമ്മൾ കണ്ട സ്ഥലം കൃഷിക്ക് അതുപോലെ ഫാമിനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷെ ഇത് നിങ്ങൾ നോക്കിയാണ് ചങ്കള ഒരു 1.5 കിടില മുതലാണ് കേട്ടോ. റിസോർട്ട്, ഹോം സ്റ്റേ, ഹട്ടുകൾ ഇതൊക്കെ ആക്കി തിരിക്കാൻ പറ്റിയ നല്ലൊരു കിടുക്കാശി മുതല. പറഞ്ഞ അങ്ങോട്ടുള്ള വ്യൂ ഒന്ന് നോക്കിയാണ് നിങ്ങൾ ഏതാ രസം എന്നറിയോ. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാന്നൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ അല്ല പ്രഭാതത്തിലെ നല്ല കിടിലൻ കാഴ്ച കിട്ടുന്ന സ്ഥലം. അങ്ങോട്ട് നോക്കി എന്തോ ഒരു രസം, നല്ല സ്റ്റൈലാണ് കേട്ടോ. നമ്മളിപ്പോ ഈ ഒരു പ്ലോട്ടിന്റെ ഏറ്റവും മേലെ ഭാഗത്താണ് കേട്ടോ. ഫുള്ള് കാടെല്ലാം വെട്ടി കണ്ടില്ലെങ്കിൽ ഫുള്ള് ലെവലായിട്ട് ഒരുവിധം ലെവലായിട്ട് കിടക്കണം. നല്ല കിണ്ണം കഴിച്ചൊരു പ്ലോട്ട് അല്ലേ? നല്ല വന്ന് കണ്ടു കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ, ഒന്നും പറയാല്ല. അങ്ങോട്ട് നോക്കിയാണെങ്കിൽ നല്ല സ്റ്റൈലാണ് പറഞ്ഞ് ഇങ്ങനെ കാണാൻ. ഇനി നമുക്ക് ഇതിന്റെ ഓരോ ഭാഗങ്ങളും
മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ നമുക്ക് കേട്ടോ. അപ്പോഴേ നമ്മൾ പ്ലോട്ടിനകത്തോട് വരാൻ നമുക്ക് 2 വഴി സൗകര്യമാണല്ലോ കേട്ടോ. ഒന്ന് നമുക്ക് പ്ലോട്ടിന്റെ താഴെ ഭാഗത്തൂടെ വരാനുള്ള റോഡല്ല കേട്ടോ. അതുപോലെ തന്നെ ഇതിലെ മേലെ ഭാഗത്തൂടെ ഇതിലെ നമുക്ക് വണ്ടികളെല്ലാം വരാൻ സൗകര്യത്തിനുള്ള റോഡും കാര്യങ്ങളും നമുക്ക് ഇതിലേ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ പറമ്പ് മൊത്തത്തിൽ ചുറ്റുഭാഗം ഇതേപോലെ കമ്പി വേലയിലിട്ട് ഫുള്ള് ബൗണ്ടറി തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ്. അടുത്ത് ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട്. ഇതിന് അയൽവാസികളൊക്കെ ആയിട്ട് പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു 50 മീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ടാറിങ് റോഡ് ഉള്ളതാണ്. അവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മണ്ണംകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോണ റോഡാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് അവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 600 മീറ്റർ പോയി കഴിഞ്ഞാൽ പുറഞ്ഞാന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോണ റോഡാണ്. അതുപോലെ തന്നെ നമുക്ക് പ്ലോട്ടിൻ്റെ താഴെ ഭാഗത്ത് നമുക്ക് റോഡുള്ളതാണ്. അവിടുന്ന് നമുക്ക് പുറഞ്ഞാന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 750 മീറ്റർ ദൂരമാണുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ സ്ഥലം. നമുക്ക് സ്ഥലത്തിൻ്റെ ബാക്കി മൊത്തത്തിലുള്ള ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പോയിട്ട് കാണാം. നമ്മൾ സ്ഥലത്തിൻ്റെ പഞ്ചായത്തും വില്ലേജും വരുന്നത് നമുക്ക് എരുവേശിയാണ്. അതുപോലെ താലൂക്ക് വരുന്നത് തളിപ്പറമ്പാണ് കേട്ടോ. ഇനി വരും നമുക്ക് പോയി നോക്കാം. പിന്നെ നമ്മൾ ഈ ഒരു പറമ്പിനകത്ത് മുമ്പ് ഫുള്ള് റബ്ബറായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് ഇങ്ങോട്ട് നോക്കിയാൽ നല്ല ക്ലിയർ ആയി കിടക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇതിനകത്താക്കണം ഫുള്ള് റബ്ബറെല്ലാം മാറ്റിയിട്ട് ഇതേപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള മാവ് തൈകളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 20ഓളം വെറൈറ്റി ആയിട്ടുള്ള നല്ല ഇനം ബെഡ് തൈകളും മാവും തൈകളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ അത്യാവശ്യം നല്ല വളർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഉണ്ട് ഇങ്ങനെ അത്യാവശ്യം എന്താ പറയുക നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള മാവും തൈകളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇനി ഇങ്ങോട്ട് വരിക നമുക്ക് പിന്നെ കശുമാവ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 200ഓളം കശുമാവ്. ഇതൊക്കെ ഈ വർഷം നട്ടുപിടിപ്പിച്ചത് ഇവിടെ ഉണ്ട്. അതുപോലെ ഇതാക്കണേ ഈ കാണുന്നതൊക്കെ കശുമാവിൻ്റെ തൈയാണ്. ഈ കാണുന്നതൊക്കെ കേട്ടോ. അതൊക്കെ നോക്കി ഇതൊക്കെ ഇപ്പോൾ അവർ ഈ വർഷം നട്ടുപിടിപ്പിച്ചിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല വളർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ല നിങ്ങൾ. ഇപ്പം നല്ല നല്ല ഇനം ബഡിൻ്റെ നല്ല പെട്ടെന്ന് കായ്ക്കുന്ന ഇനം കശുമാവാണ് ഈ കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിലൊക്കെ ഉണ്ട് മൊത്തത്തിൽ നമ്മളെ പറമ്പ് മൊത്തത്തിലുണ്ട് ഇതേപോലെ കശുമാവെല്ലാം പിടിപ്പിച്ചിട്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ കണ്ടില്ലെങ്കിൽ നല്ല രസമുണ്ട്. നല്ല സ്റ്റൈലായിട്ടുള്ള കിടക്കുന്ന സ്ഥലം. പിന്നെ ഇതാക്കണം മാവാണ് ഈ കാണുന്നത്. അതൊക്കെ അത്യാവശ്യം നല്ല കായ്ക്കണ മാവാണ്. നോക്കി വേണമെന്നുണ്ടെങ്കിൽ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റുകയും ചെയ്യല്ലേ. ഇവിടെ ഒരു വീടൊക്കെ വെച്ച് താമസിക്കുകയാണെങ്കിൽ നല്ല വൈബുള്ള ഒരു സ്ഥലം തന്നെയല്ലേ. സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ എന്താ പറയാ ഇതേപോലെ നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. കിടിലം വൈബ് നല്ലൊരു സൈറ്റ് സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇതാക്കണം ഇത് കണ്ടില്ല അതിരെല്ലാം ഫുള്ള് ബൗണ്ടറി തിരിച്ചിട്ട് കണ്ടില്ല ഞങ്ങൾ ചുറ്റുഭാഗം ഇതേപോലെ മുള്ളുവേലയെല്ലാം ഇട്ടിട്ട് അതിരെല്ലാം ഫുള്ള് ക്ലിയർ ആക്കിയിട്ടേക്കിട്ട്. പിന്നെ അതിരെ കൂടെ തന്നെ ഇതാക്കണം മഹാഗണിയാണ് ഈ കാണുന്നത്. ഇത് കണ്ടത് ഇതുപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല വണ്ണുള്ള മഹാഗണി നമുക്ക് പറമ്പിന്റെ എല്ലാ സൈഡിൽ കൂടെ ഉണ്ട് അല്ലേ. ഏകദേശം 10-30ഓളം മഹാഗണിയാണ് നമ്മളെ ഒരു പ്ലോട്ടിനകത്തുള്ള. ഒക്കെ അതിരുവഴി ഇഷ്ടം പോലെ ഉണ്ട്. ഇതേപോലെ നല്ല വണ്ണുള്ള മരങ്ങളാട്ടോ. അതൊന്ന് നോക്കി ഇതൊക്കെ അത്യാവശ്യം നല്ല വലിയ വലിയ മരങ്ങൾ. അത് കണ്ടില്ലേ അത്രയും നല്ല വലിയ മരങ്ങൾ കണ്ടില്ലേ. കയ്യെത്തുന്നില്ല അത്രയും നല്ല വലിപ്പമുണ്ട്. ഇതേപോലെ അതിരുവഴി ഫുള്ള് മഹാഗണി എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ പ്ലാവ് കണ്ടില്ല ഞങ്ങൾ നല്ല കായ്ക്കണ പ്ലാവ്. ഇത് കണ്ടോ ഇതൊരു പ്ലാവാണ്. ആ കാണുന്നത് ഒരു പ്ലാവാണ്. പിന്നെന്താ താഴെ ചക്കൊക്കെയാണ് ഇഷ്ടം പോലെ പിടിപ്പിച്ചിട്ടുണ്ട്. ചക്കേന്റെ മരാക്കണ് പ്ലാവാക്കണ അവിടെ കായ്ച്ച് കിടക്കണുണ്ട്. അത് കാണിച്ചു തരാം. ഇവിടെ അത്യാവശ്യം നല്ല രസമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഈ താഴെ ഭാഗത്തോട്ടാണെങ്കിലും ഇതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ ചുറ്റുപാടിന് ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട്. നല്ലൊരു സ്ഥലമാണ്. നിങ്ങൾ വന്ന് കണ്ട് ഞാൻ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ കാടെല്ലാം കൊത്തി നല്ല രീതിക്ക് നല്ല നീറ്റായിട്ട് നോക്കണതാണ്. ഇത് കണ്ടില്ല നിങ്ങൾ ചക്കയെല്ലാം കായ്ച്ച് കിടക്കണം. എത്രങ്ങാനും കായെന്നറിയോ. ഇത് കണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് അത്യാവശ്യം ഇത് കണ്ടില്ല നിങ്ങൾ ചക്കയെല്ലാം കായ്ച്ച് കിടക്കണുണ്ടോ. നന്നായിട്ട് കായ്ക്കുന്ന പ്ലാവാണിത് കണ്ടില്ലേ. ചക്ക മാങ്ങ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ പറമ്പിൽ അതിരുവഴിയെല്ലാം തെങ്ങും കൂടി ഉണ്ട് കേട്ടോ. അതൊക്കെ കാണിച്ചു തരാം. തെങ്ങ് ഏകദേശം നമുക്കൊരു 20ഓളം തെങ്ങെല്ലാം ഉണ്ട്. അത് അതിരുവഴിയാണുള്ളത്. അത് കാണിച്ചു തരാം. പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് കിണറുണ്ട് കേട്ടോ. ഇതാക്കണേ ഇവിടെയാണ് കിണറുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് കണ്ടോ വെള്ളമാണോ കണ്ടോ വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ കാടൊക്കെ ഒന്ന് കൊത്തിക്കളഞ്ഞ് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ചുറ്റുഭാഗമൊക്കെ ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ നല്ല റിങ്ങൊക്കെ ഒന്ന് ഇറക്കി കഴിഞ്ഞാൽ നല്ല കിടിൽ തന്നെ ആയിരിക്കും കേട്ടോ. വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കണ്ടില്ല വെള്ളമൊക്കെ ഫുള്ള് നല്ല വെള്ളമാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ല. പിന്നെ ഇതിൻ്റെ അടുത്ത വീടുകളിലോട്ട് വെള്ളം എടുത്തോണ്ട് പൈപ്പാണ് ഈ കാണുന്നത് കേട്ടോ. താഴെ ഒരു വീട്ടിലോട്ട് വെള്ളം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പൈപ്പാണ് ഈ കാണുന്നത്. കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും. ഇനി ഫാമോ അങ്ങനെ എന്ത് സംഭവങ്ങൾ ചെയ്യാനും പറ്റും. ഇനി വേണമെങ്കിൽ നിങ്ങൾ നോക്കുകയാണ് ഇതിനകത്ത് ഫ്രൂട്ട്സ് ഐറ്റംസ് ഡ്രാഗൺ ഫ്രൂട്ട് മറ്റേ റംബൂട്ടാൻ അങ്ങനെ മാംഗോസ്റ്റി അങ്ങനെ പല വക ഫ്രൂട്ട്സ് ഐറ്റംസ് തൈകളൊക്കെ നട്ടുപിടിപ്പിക്കുക. അങ്ങനെ നല്ല ആ ഒരു കിടിലൻ ഒരു ഫാം ആ ഒരു മോഡലാക്കി തീർത്ത് കഴിഞ്ഞാണ്ടല്ലോ. പിന്നെ ഹട്ടുകളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഹട്ടുകൾ അങ്ങനത്തെ ആ ഒരു സ്റ്റൈലിലാക്കി മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ വൈബ് വേറെ ആയിക്കോട്ടോ. വന്ന് കണ്ടു കഴിഞ്ഞാൽ പോകൂല ഞങ്ങൾ എടുക്കാതെ.
അതെ. പിന്നെ ഇപ്പൊ ചങ്കൾ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ കിടിലം വ്യൂ ഒന്ന് നോക്കിയാൽ നിങ്ങൾ ഏതാ മുതൽ സ്ഥലം എന്ന് പറയാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾക്ക് നേരത്തെ ഒരു മാവ് ഞാൻ കാണിച്ചത് അതാണ് ആ കാണുന്നത് കേട്ടോ. പിന്നെ നമ്മളെ പറമ്പിൽ ഇതാക്കണം വെറൈറ്റി ആയിട്ടുള്ള ഒരു മാവ് ഉണ്ട് ഇങ്ങോട്ട് നോക്കിയാൽ നിറയെ മാവ് തൈകൾ നമ്മൾ വേറെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ വേറെ ഒരു വെറൈറ്റി മാവ് കണ്ടില്ല നിങ്ങള്, നിറയെ മാങ്ങ കണ്ടില്ല നിങ്ങള്, ഇഷ്ടം പോലെ കായ, ചെറിയ ചെറിയ മാങ്ങകൾ അല്ലേ, ഇഷ്ടം പോലെ മാങ്ങണ്ട്, നല്ല കിടിലം മാങ്ങയാണല്ലേ അതൊക്കെ. ഏതാ മുതലേ നിറയെ മാങ്ങണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പ്ലോട്ടിനകത്ത് ഒരു 20ഓളം തെങ്ങുകളുണ്ട്. നമുക്ക് ഈ ഒരു സൈഡിൽ ഏകദേശം 10ഓളം തെങ്ങുണ്ട്, നല്ല കായ്ക്കണ തെങ്ങിന്. അവിടെ നോക്കിയാണെങ്കിൽ നിറച്ച് തേങ്ങയെല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നോക്കിയാണ് നിങ്ങൾ നിറയെ കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കായ പിടിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10ഓളം തെങ്ങുകൾ നമുക്ക് ഈ ഒരു ഭാഗത്തുണ്ട്. പിന്നെ നമുക്ക് പറമ്പിന്റെ അപ്പുറത്തെ സൈഡിൽ ഏകദേശം ഒരു 10ഓളം തെങ്ങുകൾ അപ്പുറത്തെ ഭാഗത്തുണ്ട് അല്ലേ. അതെ. ഇനി നമുക്ക് താഴെ പോയിട്ട് ഇങ്ങോട്ട് വരാനുള്ള താഴെ കൂടുള്ള റോഡാണ് കാണിച്ചു തരാം. അപ്പോളേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന റോഡാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മളിപ്പോൾ പ്ലോട്ടിൻ്റെ താഴെ ഭാഗത്താണ് നിൽക്കുന്നത്. നമുക്കിപ്പോൾ ഏകദേശം ഒരു 50 മീറ്റർ പോയി കഴിഞ്ഞാൽ ഇതാക്കണം അവിടം വരെ നമുക്ക് ടാറിങ് എല്ലാം ആയിട്ടുള്ളതാണ്. പിന്നെ അവിടുന്ന് ഇത്രയും ദൂരം മാത്രമേ നമുക്ക് ഇനി ടാറിങ് ആകാൻ ബാക്കിയുള്ളൂ കേട്ടോ. നമുക്ക് വണ്ടികളൊക്കെ ഏത് വേണമെങ്കിലും ഇപ്പോൾ പ്ലോട്ടിനകത്തോട്ട് ഇവിടം വരെ വരാനുള്ള വഴി സൗകര്യമെല്ലാം ഉണ്ട്. പിന്നെ ഇതാക്കണം ചുറ്റുഭാഗം ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അയൽവാസികളൊക്കെ ആയിട്ട് ഇങ്ങോട്ടെല്ലാം ഫുള്ള് വീടുകളൊക്കെ ഉണ്ട്, ഒരുപാട് വീടുകളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണ് ഫുള്ള് ചുറ്റുഭാഗവും ബൗണ്ടറി എല്ലാം തിരിച്ച് ഇതാക്കണം ഇതേപോലെ മുള്ളുവേലി വെച്ചിട്ട് ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കണാണ്. ഗേറ്റ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മളെ പ്ലോട്ടിൻ്റെ താഴെ ഭാഗത്തു നിന്നുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതാക്കണം ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ ഫുള്ള് തേക്കുകളാണ് ഈ കാണാനെല്ലാം. ഏകദേശം ഒരു 10-30ഓളം തേക്കുകളുണ്ട് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത്. ഇവിടെ ഈ താഴെ ഭാഗത്ത് മൊത്തത്തിൽ കേട്ടോ ഈ കാണാനെല്ലാം തേക്കുകളാണ്. പിന്നെ ഇതാക്കണേ ഈ സൈഡിലോട്ട് ഇവിടെയൊക്കെ വീടുകളുണ്ട്. ഇതെല്ലാം ഫുള്ള് ഇതേമാതിരിക്ക് തന്നെ ഫുള്ള് ഇതേപോലെ അതിലെല്ലാം തിരിച്ചിട്ടേക്കുന്നതാണ്. ഇത് കണ്ടില്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിൽ. അപ്പോൾ സ്ഥലമൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കണം. അപ്പോൾ സ്ഥലം വരുന്നത് നമ്മളെ 2 സ്ഥലം വരുന്നുണ്ട്. നമ്മളെ കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് 2 സ്ഥലം എന്ന് പറഞ്ഞാൽ. ഒന്ന് ചെറിയ അരീക്കമല അല്ലേ. ചെറിയ അരീക്കമല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 1.5 കിലോമീറ്റർ അല്ലേ, 1.5 കിലോമീറ്റർ മാത്രം അകലത്തിൽ. ഇത് ചെമ്പേരി ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് പ്ലോട്ടാണ് വേണ്ടതെന്നുള്ളത് ഓണറായിട്ടൊന്ന് സംസാരിക്കുക. പിന്നെ നിങ്ങളുടെ പ്ലോട്ടുകൾ ഏതെങ്കിലുമൊക്കെ ഈ 2 പ്ലോട്ടൊക്കെ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു കിടിലം പ്ലോട്ട് തന്നെയാണ്. താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഈ ഓണറുടെ നമ്പറൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ അതിലൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പരസ്യമൊക്കെ ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86. പിന്നെ നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ റിലേഷൻ ആരെങ്കിലും ഇതേപോലെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം അല്ലേ. ബൈ.